അറിവ് എങ്ങനെ പങ്കുവെക്കണമെന്നോ അക്ഷരങ്ങൾ കൊണ്ട് എങ്ങനെ അമ്മാനമാടണമെന്നോ അറിവും അക്ഷരം മാത്രം പോരാ, ഒരു കോമൺ സെൻസ് തലയിലിട്ടാവണമെന്നും എവിടെ എങ്ങനെ പ്രയോഗിക്കണമെന്നും അറിയുന്ന ഒരു അസാമാന്യ ബുദ്ധി വൈഭവമുള്ള ഒരു മനുഷ്യനാണ് ജോൺ പോൾ സാറ്. നിമിഷ നേരം കൊണ്ട് അദ്ദേഹം കഥ ഉണ്ടാകും. നമ്മളൊരു ക്യാരക്ടർ കൊടുത്താൽ മതി, 2 മിനിറ്റ് ഈ കെയിം ഔട്ട് വിത്ത് ബ്രെത്ത് ടേക്കിംഗ് അമേസിങ് സ്റ്റോറി. ഞാൻ മനസ്സിൽ കണ്ട ആരാധിച്ച മദർ തെരേസയുടെ പിക്ചറല്ല അദ്ദേഹം എനിക്ക് തന്നത്. ആ ഒരു കഥ പറച്ചിലിൻ്റെ ദൃശ്യവൽക്കരണം, നുണയാണ് പറയുന്നത് മുഴുവൻ. ഓരോ ഫ്രെയിമുകളും നുണയാണ് സിനിമ, ഓരോ ഫ്രെയിമുകളും നുണയാണ് സിനിമ. അപ്പം എനിക്കത് പറഞ്ഞു, അതിനകത്തൊരു സിനിമ ഉണ്ടെങ്കിൽ എനിക്ക് നിർമ്മിക്കാൻ താല്പര്യമുണ്ട്. എന്താ ഉദ്ദേശം? അല്ല സിനിമ എടുക്കുക അല്ല, വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇല്ല സാർ, ഞാൻ സാറിനോട് നുണയാണ് പറഞ്ഞത്. സാർ ഇത് കേട്ടിട്ട് പറഞ്ഞു, ഈ കഥയിൽ സിനിമയില്ല. മലയാളത്തിലെ മഹാനായ ഒരു തിരക്കഥാകൃത്ത് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ 75 വയസ്സാണ് പ്രായം. ജോൺ പോൾ സാർ. ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടം, ചാമരം, യാത്ര, പാളങ്ങൾ, ഇതെല്ലാം ഭരതന്റെ കൂടെ നമ്മൾക്കായി തന്നൊരു വ്യക്തിയാണ്. അദ്ദേഹവുമായി കൂടുതൽ അടുപ്പമുള്ള ജോളിച്ചായനാണ് ഇന്ന് നമ്മോടൊപ്പം. എന്തൊക്കെയാണ് ജോളിച്ചായ അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്? അത് ശരിയാണ്. മലയാള സിനിമ കണ്ട, അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര ലോകം കണ്ട ഏറ്റവും വലിയ വ്യക്തികളിൽ ഒരാളാണ് പ്രിയപ്പെട്ട ജോൺ പോൾ സാർ. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ, ഇന്നലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനം. ഇന്ന് 75 വയസ്സ് കഴിഞ്ഞാൽ. ജീവിച്ചിരുന്നെങ്കിൽ ഇന്നലെ രാത്രി ഞങ്ങളെല്ലാം കൊണ്ടാടുമായിരുന്നു അദ്ദേഹത്തോടൊപ്പം. നിർഭാഗ്യവശാൽ അദ്ദേഹം സ്വർഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നെപ്പോലെ അനേകായിരം ശിഷ്യഗണങ്ങളുള്ള ഒരു മഹത് വ്യക്തി തന്നെയാണ് ജോൺ പോൾ സാറ്. എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത് അങ്കിൾ എന്നാണ്. കുഞ്ഞുകുട്ടി പാരാധീന എല്ലാം അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ, ഞാൻ കണ്ട നാൾ മുതൽ ഞാൻ ജോൺ സാറേ എന്ന് വിളിക്കാറുള്ളൂ. അങ്ങനെയുള്ളൊരു മഹാനായ ഒരാളെ അങ്ങനെ വിളിക്കാനാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ എപ്പോഴും ജോൺ സാർ ജോൺ സാർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15-18 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ കൂടെ യാത്ര ചെയ്യാനായി എന്നുള്ളതും, കൂടെ ഒരുപാട് കാര്യങ്ങൾ ആയി എന്നുള്ളതും എൻ്റെ മാത്രം സുഹൃതമാണത്, ഒരു പുണ്യമാണത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മുടെ കൈരളി ടി വിയിൽ പണ്ട് ഒരു നല്ല പയ്യൻ, കഴിവും തൻ്റെ ഇടമുള്ളൊരു പയ്യൻ വന്നിട്ട് സ്റ്റുഡൻസ് ഓൺലി എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്തിരുന്നു. അവൻ്റെ പേരാണ് ഗോവിന്ദംപൂട്ടി അടൂർ. അപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ ഭാസി എന്നൊക്കെ പറഞ്ഞ മാതിരി ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരുത്തൻ്റെ പേരാണത് അടൂർ ഗോവിന്ദംപൂട്ടി. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഫ്രാൻസിസ് സാർ എന്ന് പറയുന്ന മലയാള മനോരമയുടെ വിഖ്യാതനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകർ. അദ്ദേഹം വാരികയുടെ പത്രാധിപരായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ചിത്രകാരനായിരുന്നു, യു നെയിം ഇറ്റ്. ഹി വാസ് വൺ ഓഫ് ദ വിസാർഡ്. എന്നെ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ അദ്ദേഹം, ഫ്രാൻസിസ് സാറാണ് എന്നെ ജോൺ പോൾ സാറിലേക്ക് എത്തിച്ചത്. അതാണ് എൻ്റെ റൂട്ട്, എപ്പോഴും നമ്മൾ പറയുന്ന റൂട്ട് മാപ്പ്. ജോൺ സാറിൽ പരിചയപ്പെടുമ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കാന്ത പിടിച്ച മാതിരിയാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് നമ്മളുള്ള ഒരു വല്ലാത്തൊരു അനുഭവമാണ് ജോൺ സാറായിട്ട് ഇരിക്കുന്നത് നമുക്ക് കിട്ടുക. അറിവ് എങ്ങനെ പങ്കുവെക്കണമെന്നോ അക്ഷരങ്ങൾ കൊണ്ട് എങ്ങനെ അമ്മാനമാടണമെന്നോ അറിവും അക്ഷരം മാത്രം പോരാ, ഒരു കോമൺ സെൻസ് തലയിലിട്ടാവണമെന്നും എവിടെ എങ്ങനെ പ്രയോഗിക്കണമെന്നും അറിയുന്ന ഒരു അസാമാന്യ ബുദ്ധി വൈഭവമുള്ള ഒരു മനുഷ്യനാണ് ജോൺ പോൾ സാറ്. ജോൺ പോൾ സാറിൻ്റെ പ്രസംഗങ്ങൾ ഒരുപാട് നിങ്ങളൊക്കെ കേട്ട് കാണും പല വേദികളിലെല്ലാം. അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. നിർബന്ധ ബുദ്ധിയോടെ എന്നോട് ഇന്ന സ്ഥലത്ത് വരണമെന്നും ഇന്ന ആളെ കാണുമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പലരും ഇപ്പോഴില്ല. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യങ്ങളിലൊന്നായിട്ട് ഞാൻ വെച്ചിരുന്നത് MT സാറ്, സേതുമാധവൻ സാറ്, വിൻസെൻ്റ് സാറ്, KG ജോർജ് സാറ്, മോഹൻ സാറ്, യു നെയിം ഇറ്റ്. എനിക്ക് കിട്ടിയ ഒരു വിദ്യാഭ്യാസം, അവരുടെ കൂടെ സംസാരിക്കാൻ കഴിയുന്നതും അവരുടെ കൂടെ പല പ്രവൃത്തികളിലും യോജിക്കാൻ കഴിയുന്നതൊക്കെ യാതൊരു ചലച്ചിത്ര അല്ലെങ്കിൽ ഒരു എന്നാ പറയുക, വലിയ ഭാഗ്യമാണത്. ചലച്ചിത്രം മാത്രമല്ല, ഒരു സാമൂഹ്യ അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ മലയാളത്തിൻ്റെ ഭാഗ്യങ്ങളുടെ കൂടെയൊക്കെ കഴിയാൻ പറ്റി നമ്മൾ വലിയ ഭാഗ്യമാണ്, പുണ്യമാണ്, സുഹൃതമാണ്. ഒരു റൈറ്ററിനേക്കാൾ ഉപരി ആസ് എ
പേഴ്സൺ, ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജോൺ സാറിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ജോൺ സാറിൻ്റെ വീട്ടിൽ എനിക്ക് എപ്പോഴും കയറി ചെല്ലാറുണ്ട്. ജോൺ സാറിൻ്റെ വീട് എൻ്റെ വീട് തന്നെയാണ്. അടുക്കളയിൽ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കട്ടൻ കാപ്പി ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ആ വീട്ടിൽ കണ്ടിരുന്നത് വിഖ്യാതരായ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ മലയാള ചലച്ചിത്ര ലോകത്തെ പലരെയും, എഴുത്തുകാരും സംവിധായകരും നടികന്മാരെല്ലാം കണ്ടിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ആരെയും അങ്ങ് സ്വീകരിക്കില്ല പെട്ടെന്ന്. പക്ഷേ ഈ ആരാണ്ട് പറഞ്ഞ മാതിരി മഞ്ഞ് പോലെ അലിയുന്ന ഒരു മനസ്സാണ് ജോൺ സാറിൻ്റെ. ഒരിക്കൽ അദ്ദേഹം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു കൃത്യതയോടെ ഓർഗനൈസ് ചെയ്യാൻ നമ്മളെല്ലാവരെയും അവകാശപ്പെടുത്തുകയും അധികാരപ്പെടുത്തുകയും ചെയ്യും. അത് ഒരാളെ മാത്രമല്ല. ഒരു കാര്യം പറഞ്ഞാൽ തന്നെ ഒരു 5 പേരോട് പറഞ്ഞിട്ട് ഈ മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് ഈസ് ഇൻ ഓർഡർ. അങ്ങനെ ഒരു ഒരു നിർബന്ധ ബുദ്ധിയുള്ള ഒരു ആളായിരുന്നു ജോൺ സാറ്. അദ്ദേഹം പിന്നെ പൈസയുടെ കണക്കുകളും അല്ലെങ്കിൽ എല്ലാം കൃത്യയോടെ നോക്കുന്ന ഒരു കാര്യം, ഹി വാസ് എൻ ബാങ്ക് ഓഫീസർ. ഈ ചലച്ചിത്ര ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ബാങ്കിലെ ഓഫീസറായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, ആ പരിശീലനം കൊണ്ടായിരിക്കാം കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം വളരെ നിർബന്ധിക്കുമായിരുന്നു ഞങ്ങളെയൊക്കെ. അല്ല, അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്വാതന്ത്ര്യം തരിക എന്ന് പറയുന്നത് നമ്മളോട് അത്രയും അടുപ്പം അല്ലെങ്കിൽ ആ സ്നേഹം ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ അതിനൊരു ഒരു 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 ഓർമ്മ പറയുകയാണെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയൊരു ഓർമ്മ. അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് മൊമെന്റ് വിത്ത് ഹിം. അത് അങ്ങനെ ഒരുപാട് മൊമെൻ്റ് ഉണ്ട്. ഇത് ഒരുപാട് വർഷങ്ങളുടെ ഇതാണത്. ഒന്ന് മാത്രമല്ലല്ലോ. ഒന്ന് അദ്ദേഹം പരിചയപ്പെടുത്തി തന്ന ഫ്രാൻസിസ് സാർ. ഫ്രാൻസിസ് സാർ റെഫർ ചെയ്തൊരു ആളയക്കുന്നു. ഞാനന്ന് എനിക്ക് എങ്ങനെയെങ്കിലും പ്രശസ്തനാവാനായിട്ടാണ് ഞാൻ സിനിമ ഓടിക്കാൻ നടക്കുന്നത്. അല്ലാണ്ട് എനിക്കതായിട്ട് യാതൊരു ഈ പറഞ്ഞത് ജോൺ സാറെ പരിചയപ്പെടുന്നതിന് മുമ്പേ സിനിമ പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണോ? തീർച്ചയായിട്ടും ഞാൻ ആരാധിക്കുന്ന ഒരാളല്ലേ ജോൺ പോൾ സാർ എന്നുള്ളത്. എങ്ങനെ അവിടെ എത്തിപ്പെടാം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് ഈ മറ്റേ പഴയ റൂട്ട് മാപ്പ് പ്രകാരം ഫ്രാൻസിസ് സാർ വഴിയായിട്ട് ഞാൻ അവിടെ എത്തുന്നത്. ഞാനൊരു കഥ എഴുതി അതിനെ ഒരു തിരക്കഥ രൂപത്തിലാക്കി. അപ്പോൾ ഇതിനകത്ത് സിനിമ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് തന്നെ ഒരു സംശയമായി. അങ്ങനെയാണ് ഫ്രാൻസിസ് സാറിനോട് ചോദിച്ചു, ഇത് ആരോട് ചോദിച്ചാലാണ് വെദർ ഐ ക്യാൻ മേക്ക് എ മൂവി ഓർ നോട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരാളുണ്ട്, എൻ്റെ ചങ്ങായിയാണ്, നീ ഒന്ന് പോയിട്ട് അദ്ദേഹത്തെ കാണോ, ഇതൊന്ന് അവതരിപ്പിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ജോൺ പോൾ സാറിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ചെന്നപ്പോൾ തന്നെ ആദ്യം മറ്റേ ഒരു തിരസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവിടെ ഇരുന്നു. പറഞ്ഞു, എന്താ വന്നേ? ഫ്രാൻസിസ് പറഞ്ഞു, അല്ലേ? അതെ, എന്താണ് കാര്യം? അല്ല സാർ, ഞാനിങ്ങനെ ഒരു കഥ എഴുതിയിട്ടുണ്ട്, തിരക്കഥ ആക്കിയിട്ടുണ്ട്, റഫ് ഉള്ളൂ. പറയൂ, 5 മിനിറ്റിൽ ഒരു സിനോപ്സിസ് പറഞ്ഞാൽ മതി. അപ്പം എനിക്കത് പറഞ്ഞു, അതിനകത്തൊരു സിനിമ ഉണ്ടെങ്കിൽ എനിക്ക് നിർമ്മിക്കാൻ താല്പര്യമുണ്ട്. എന്താ ഉദ്ദേശം? അല്ല, സിനിമ എടുക്കുക അല്ല, വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? ഇല്ല സാർ. ഞാൻ സാറിനോട് നുണയാണ് പറഞ്ഞത്. സാറ് കേട്ടിട്ട് പറഞ്ഞു, ഈ കഥയിൽ സിനിമയില്ല, ഇതാർക്കും ചെയ്യാവുന്നതാണ്, ഇതിൽ അശേഷം സിനിമയില്ല, അതുകൊണ്ട് പോവല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു സാധനം എഴുതിക്കൊണ്ടിരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ഉണ്ടാകത്തില്ല. എനിക്ക് വിഷമല്ല ഉണ്ടായിരുന്നു. ഞാൻ പൊക്കിക്കൊണ്ടുവന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു വിഗ്രഹം എൻ്റെ സ്വന്തം ഉടഞ്ഞ് പാളീസായപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് ആ എഴുതിയ കഥയും എഴുതിയ കടലാസ് കഷ്ണങ്ങളും കത്തിച്ചുളഞ്ഞു. ഇതാണ് ജോൺ പോൾ സാറ്. പിന്നെ അദ്ദേഹം വീണ്ടും പല അവസരങ്ങളിൽ ഞങ്ങൾ ഈ ചവറ കൾച്ചറൽ സെൻ്ററുകളിൽ വെച്ച് മീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ എടുക്കാൻ തുടങ്ങി. സംവെയർ ഈ സ്റ്റാർട്ടഡ് ലൈക്കിങ് മീ. എനിക്കറിയാനായിരുന്നു. പിന്നെ ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുകൂടി പറയാം. അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് യാത്രകൾ പോകാൻ പറ്റി, ഒരു ഡിസ്കഷനിലിരിക്കാൻ പറ്റി. അങ്ങനെയാണ് അദ്ദേഹം എന്നെ KG സാറിനെയും മോഹൻ സാറിനെയും ജോഷി സാറ്, സാനു മാഷ്, യു നെയിം ഇറ്റ്, വിഖ്യാതരെല്ലാവരും പരിചയപ്പെടുത്തുന്നു. ഇവൻ മീൻ കച്ചവടക്കാരനാണ്, എന്നാലും അല്പസ്വല്പം കലയോട് ഒരു പ്രതിബദ്ധതയുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമുണ്ട്, അതുകൊണ്ട് നമുക്ക് ചേർക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂട്ടിയാണ് ഞാൻ അദ്ദേഹത്തിനോട് നടക്കാൻ തുടങ്ങിയത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരുപാട് പേരുണ്ടിങ്ങനെ, ഞാൻ മാത്രമല്ല. അവരുടെയൊക്കെ കഥകൾ പറയുകയാണെങ്കിൽ അവർക്ക് 1000 നാക്കുള്ള കഥകൾ പറയാം ജോൺ പോൾ സാറിനെ കുറിച്ചിട്ട്.
പിന്നെ മാസ്റ്റർ പീസുകൾ ഒരുപാട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചാമരം, പാളങ്ങൾ, ഇത് മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങോട്ടം, ഈ തിരക്കഥയൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഈ തിരക്കഥ എഴുതുന്ന പ്രൊസീജിയർ, അപ്പോൾ ഉള്ള പുള്ളിയുടെ ആ ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ജോൺ സാറിനെ കൊണ്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഞാനും നടൻ കൈലാഷും ഒരുപാട് എൻ്റെ വണ്ടിയിൽ എനിക്കൊരു ചെറിയ പജേരോ ഉണ്ട്. അദ്ദേഹത്തിന് അത് ഇഷ്ടമാണ്. കാരണം മേലെ കയറിയിരിക്കാം ഫ്രണ്ടിൽ, വിസിബിലിറ്റി ഈസ് സോ നൈസ്. അപ്പോൾ കൈലാഷ് വണ്ടി ഓടിക്കുന്നു, ഞാൻ ബാക്കിലിരിക്കുന്നു, ജോൺ സാർ ഫ്രണ്ടിൽ ഇരിക്കുന്നു. അപ്പോഴെല്ലാം നിമിഷ നേരം കൊണ്ടും അദ്ദേഹം അതേ ഉണ്ടാകും. നമ്മളൊരു ക്യാരക്ടർ കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 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 ഉദാഹരണത്തിന് പറയാം, അദ്ദേഹത്തിന് ഒരു കോട്ടയത്തോട്ട് ഒരു സ്ഥലത്തേക്ക് പോവാം, ഒരു ആയുർവേദ ചികിത്സകൻ്റെ അടുത്തേക്ക് പോകുന്ന നിമിഷം പോണ വഴിക്ക് ഒരു പെരുന്നാൾ നടക്കുന്നുണ്ട്. പോണ വഴിക്ക് എവിടെയോ ഒരു സ്ഥലത്തൊരു പെരുന്നാൾ. അപ്പോൾ അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഈ പിന്നെ പെരുന്നാൾ സ്ഥലത്തേക്ക് കാണില്ലേ ഈ കുട്ടികൾക്കുള്ള സാധനങ്ങൾ, പിന്നെ ബാൻഡിലുള്ള ചെണ്ട അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ച് പോവാം. ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വിൽക്കുന്ന ഒരാൾക്കൊരു കഥ ഉണ്ടാവുമല്ലോ സർ. ഇത് വിൽക്കാൻ അയാളൊരു ഫാമിലി നടത്തുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമുണ്ടല്ലോ സർ. എന്തായിരിക്കും ആ ചെണ്ടയും പിപിയും അല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ വിൽക്കുന്ന അവൻ ആരായിരിക്കാം എന്ന് പറഞ്ഞു. ജോൺ സാർ പറഞ്ഞു, നീ പറഞ്ഞത് സത്യമുണ്ട്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൈലാഷ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പോയിക്കൊണ്ടിരുന്നത് 2 മിനിറ്റ് ഈ കെയിം ഔട്ട് വിത്ത് ബ്രെത്ത്-ടേക്കിംഗ് അമേസിങ് സ്റ്റോറി. അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും എനിക്കറിയുണ്ട്. ആ കഥാപാത്രം ആരാന്ന് പോലും അറിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് എന്നാണ്. മനസ്സിലായോ? ഈ ജോർജിൻ്റെ ബാക്കിലേക്ക് അങ്ങ് വലിച്ചു വെച്ചിട്ട് അത് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ മെയ്ഡ് എ മൂവി ഇൻ 10 minutes. ദ ഹോൾ സ്റ്റോറി എല്ലാം നശിച്ച് വഴിയാധാരമായപ്പോൾ ജോർജിൻ്റെ കഥ ഇൻ 10 minutes യു ക്യാൻ മേക്ക്. ഇതൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല, ഇതൊന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എത്രയോ മൊമെൻറ്റുകൾ. വേറൊരു ഉദാഹരണം പറയാം. എനിക്കൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട് മറൈൻ ഡ്രൈവിൽ. അപ്പോൾ ജോൺ പോൾ സാറും കെ ജോ സാറും മോഹൻ സാറും മാത്രം ഞാൻ പോയി പിക്ക് ചെയ്യണം. എൻ്റെ ഓഫീസിലെ പണി കഴിഞ്ഞിട്ട് ഇവരെല്ലാം പിക്ക് ചെയ്ത് ഞാനോട്, എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജോൺ സാറിനും അദ്ദേഹം ഇതിൻ്റെ ഉസ്താദ്. അദ്ദേഹം കൽപ്പനകൾ തരുള്ളൂ, എന്ത് വാങ്ങിക്കണം, ഏതിടണം, ഏത് അളവിലിടണം എന്ന് പറയുന്ന ജോൺ സാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ പോയിട്ട് അടുക്കളയിലാണ് ഞാൻ. അപ്പോൾ അവിടെ ഇരുന്ന് 3 പേരും മഹാരഥന്മാരാണ്. ഓരോരോ യൂണിവേഴ്സിറ്റികളാണ് എൻ്റെ ഞങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇവർക്ക് ഇത് കുക്ക് ചെയ്ത് കൊടുക്കണം, വിളമ്പണം. ഇതിനിടയ്ക്ക് ഒരു 1, 2, 3 റൗണ്ടൊക്കെ കഴിയുമ്പോഴേക്കും അവർ തെരുവിളിക്കാൻ പറയും. കുട്ടികളെ മാതിരിയാവും അവർ. ഇത് മുഴുവൻ ഞാനാണ് അപ്പോൾ റഫറി ആവും. എൻ്റെ വിളമ്പലും കുച്ചിനിക്കാരനെല്ലാം കഴിഞ്ഞ് റഫറിയാണ്. വിസിലടിച്ചാൽ മിണ്ടി പാരുത്, ഇവിടെ ഒച്ചപ്പാട് പാരുത്. പക്ഷേ ദേ ലവ് ഇറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ കൊണ്ടുപോയി ഞാൻ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുവന്നാക്കാൻ പോകുമ്പോൾ ആദ്യം വാശി പിടിക്കും, എന്നെ കൊണ്ടുവന്നാക്കണം ആദ്യം. ഞാനതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആസ്വദിച്ചാണ്. എത്ര ആൾക്കാർക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ട് എനിക്കറിയില്ല. കൊച്ചിയാണോ നിങ്ങളുടെയൊക്കെ ആ ഒരു സമയത്തെ ബേസ് എന്ന് പറയുന്നത്, 100%. അതോ ലോകം? അങ്ങനെയൊന്നും പറയരുത്. കാരണം ഏതൊരാൾക്കാണ് ഈ 3 യൂണിവേഴ്സിറ്റികളെ ഒരുമിച്ച് കൊണ്ട് നടക്കാൻ സാധിച്ചിട്ടുണ്ടാവുക, അവർക്ക് വെച്ച് വിളമ്പാൻ സാധിച്ചിട്ടുണ്ടാവുക, അവരുടെ ഏറ്റവും കൂടുതൽ ചീത്തകൾ കേൾക്കാൻ ഭാഗ്യമുണ്ടാവുക. കെ ജി ജോർജ് സാറിൻ്റെയൊക്കെ തെറികൾ ഇംഗ്ലീഷിലാണ്. അത് നല്ല അസാമാന്യ തെറികളാണ്. പക്ഷെ അതിലൊരു ഭംഗിയുണ്ടായിരുന്നു. ഈ തെറി പറയണേലും കേൾക്കുന്നതിലും ഒരു 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 സുഖം ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ. എന്നാൽ നെക്സ്റ്റ് ഡേ ഇതെല്ലാം മറന്നുകളയും. എടാ നമുക്ക് കൂടണ്ടേ, ഇതായിരിക്കും എല്ലാവരുടെ ചോദ്യം. ഇതിൻ്റെയൊക്കെ തലപ്പത്ത് ജോൺ പോൾ സാറായിരുന്നു എന്നും. ഇപ്പം ജോൺ പോൾ സാറിൻ്റെ എഴുത്തുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഥകളിൽ, സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ചേട്ടൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും? ഇമ്പോസിബിൾ. ഡിഫിക്കൽട്ട് എനിക്ക് അത്രയൊന്നും വിവരമില്ല. 1, 2 യു കാണ്ട് ഇവൻ. അത് തമ്മിലുള്ള ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു വെച്ചാൽ ജോൺ സാറും ബേൺചാട്ടനും നമ്മുടെ നെടുപടി ബേൺചാട്ടൻ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. ഗോപിയാശാനും തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു. അപ്പോൾ
വെൻ ദേ ടോക്ക് അബൌട്ട് എ സബ്ജക്ട്, ദേ ടോക്ക് അബൌട്ട് എ ക്യാരക്ടർ, അവരെപ്പോഴും റെഫർ ചെയ്യുന്നത് ഇന്ന പടത്തിൽ വീണ് ചെയ്തവർക്കുണ്ടോ, അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ജോൺ സാറിൻ്റെ പടത്തിലൊരു ക്യാരക്ടർ പോർട്രേ ചെയ്യുമ്പോൾ തന്നെ റെഫറലായിട്ട് എടുക്കുന്നത് അദ്ദേഹം ചെയ്ത ക്യാരക്ടർ. അതൊന്നും ഇപ്പോൾ ഒന്നും സാധ്യത, അവരത്തൊന്നും പിള്ളേർക്ക് സാധ്യത പോസിബിളാണ്. ചായൻ തന്നെ ഇതിലൊക്കെ ഒരു ക്യാരക്ടറായിട്ട് വന്നു കാണില്ലേ ചിലപ്പോ? ഇല്ല, ഞാൻ ഒന്നാമത്തെ ഞാനൊരു ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റിക് സാധനം വേണം. എന്നാലും എനിക്കൊരു ഭാഗ്യം കിട്ടിയത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പടം തെരേസ ഹാഡ് എ ഡ്രീം എന്ന് പറയുന്ന ഒരു പടത്തിൽ ഒരു ദിവസം എന്നോട് വിളിച്ചോട് പറഞ്ഞു, ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, രാജു എബ്രഹാം എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ചെയ്തത്, മിടുക്കനായ ഒരാൾ. അദ്ദേഹം ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ടൊരു കഥാപാത്രം ചെയ്യാനെന്ന് പറഞ്ഞു. വേറെ ഒന്നുമില്ല, നമ്മുടെ എറണാകുളത്തുള്ള സെൻറ്റ് തെരേസസ് കോൺവെൻറ്റ് കോളേജ് സ്കൂൾ അതുണ്ടാക്കിയ ഒരു അമ്മയുണ്ട്, അതാണ് തെരേസസ് ഓഫ് ലീമ. അപ്പോൾ അവരുടെ ജീവചരിത്രമാണ് ആ സിനിമ. അതിനകത്ത് ആ മദറിൻ്റെ ഫാദർ ഞാനാ. അത് എനിക്ക് എന്തുകൊണ്ട് തന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാളായ ചാരുഹാസൻ സാറും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരിക, അഭിനയിപ്പിക്കുക, പരിപാലിക്കുക, തിരിച്ചു വിടുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിന് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. ഇവരുടെ കൂടെയൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് മനസ്സിലായി. അറിവാണല്ലോ ഈ പങ്കുവെച്ചിരുന്നത് നമുക്കൊക്കെ ഓരോ ദിവസം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജോൺ സാറിന് വളരെ പ്രിയപ്പെട്ട ഒരു കഥയുണ്ടായിരുന്നു. കഥയല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്, മദർ തെരേസ. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്കൊരു സിനിമ ചെയ്യാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്റ്റഫർ മൈൽസ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ഡയറക്ടറുണ്ട്, ഇംഗ്ലണ്ടുകാരനാണ്, ലണ്ടനിൽ നിന്ന് ഒരു 4 മണിക്കൂർ യാത്ര ചെയ്ത ആളാണ് അദ്ദേഹത്തിൻ്റെ വീട്. എന്നെ പരിചയപ്പെടുത്തിയത് ഈ സാക്ഷാൽ ചാരുഹാസൻ സാറും കമൽ സാറും കൊണ്ടാണ്. അദ്ദേഹത്തിന് കൊച്ചി കാണണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവിടെ ഒരുത്തനുണ്ട്, അന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് എൻ്റെ പേര് കൊടുത്തു. ഞാൻ എയർപോർട്ടിൽ പോയി റിസീവ് ചെയ്തു. അന്ന് വളരെ റിലേഷനാണ്. അങ്ങനെ ക്രിസ്റ്റഫർ മൈൽസ്, യു ക്യാൻ ഗൂഗിൾ ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട്. സാറാ മൈൽസ് വിശ്വവിഖ്യാത നടിയാണ്. സാറാ മൈൽസിൻ്റെ ബ്രദറാണ്. ജെയിംസ് ബോണ്ടിലെ മറ്റേ മൂർ ക്യാരക്ടറൊക്കെ അവരൊക്കെ ആദ്യം സിനിമ കൊടുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ആണ് നല്ല പരിചയമായിട്ട് ഞാൻ ജോൺ സാറിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിന് ഈ കേരളവും ഇന്ത്യയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പറഞ്ഞു, നമുക്ക് ക്രിസ്റ്റഫർ മൈൽസിൽ നിന്ന് വിളിച്ചാൽ എന്തുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ മൂവി ഉണ്ടാക്കി വിടാം, മദർ തെരേസ. ഞാൻ റെഡി. നമ്മൾ ചെയ്യുന്ന എല്ലാം സ്പെഷ്യലാണല്ലോ, യു തിങ്ക് ബിഗ് എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് ജോൺ സാറ് ഒരു ലെറ്റർ വരുന്നു, ഒരു കർദിനാളിൻ്റെ ലെറ്റർ. കൽക്കട്ടയ്ക്ക് വണ്ടി കയറി അവിടെ പോയിട്ട് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി കണ്ടു, അവിടുത്തെ ആൾക്കാരെ കണ്ടു. ഷൂട്ട് ചെയ്യുന്നത് അവിടെയാണ്. അവിടെ ഒരു പെർമിഷൻ വാങ്ങിക്കണം, ബിക്കോസ് അവരുടെ മദറും കൂടിയാണല്ലോ, ആൻഡ് വിച്ച് ഈസ് ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ ജോൺ സാർ പറഞ്ഞു, നമുക്ക് ഇതിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം ഒരു ലൈനപ്പ് ചെയ്തു. കുറച്ച് റൊമാനിയയിൽ വേണം, ബിക്കോസ് ഷീസ് ഫ്രം റൊമാനിയ. കുറച്ച് ഇറ്റലിയിൽ, റോമിൽ, വത്തിക്കാനിൽ വേണം. പിന്നെ ബാക്കിയെല്ലാം കൽക്കട്ടയാണ്, വിച്ച് ഈസ് ഈസി, നോ പ്രോബ്ലം. അങ്ങനെ ക്രിസ്റ്റഫർ മൈൽസിനെ ഞാൻ ബന്ധപ്പെടുന്നു. ഒരു പ്രാവശ്യം ഞാൻ ലണ്ടനിൽ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചു. സച്ച് എ ലവ്ലി, എന്തെന്ന് പറയുന്ന ഒരു 700 years ഓൾഡ് ഒരു പാലസ് ഞാൻ പറയില്ല, ഒരുതരം ബ്രിക്സ് വെച്ചിട്ടുള്ള ഒരു തരം വീടാണ് അദ്ദേഹത്തിൻ്റെ. ചരിത്രം ഉള്ള ഒരു വീട്ടിൽ ഞാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു വരിക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൽക്കട്ടയിൽ പോകുന്നു. ഞാൻ റൊമാനിയയ്ക്ക് വണ്ടി കയറുന്നു. ഇവിടുന്ന് പോയിട്ട് ഹംഗറി ബുഡാപെസ്റ്റിലെത്തണം. അവിടെ നിന്നിട്ട് നമ്മൾ ട്രെയിൻ എടുത്തിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. അതർവൈസ് യു ഹാവ് ടു ട്രാവൽ സോഫിയ എന്നൊക്കെ പറയും. അങ്ങനെ അവിടുത്തെ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ബുഡാപെസ്റ്റിൽ നിന്ന് ഞാനെടുത്ത് എന്തിനാ ഞാൻ അവിടെ പോയെന്ന് വെച്ചാൽ, ക്രിസ്റ്റഫർ മൈൽസ്, വി കോൾ ഹിം CM പറഞ്ഞിട്ടാണ് അവിടുത്തെ ഒരു നാടക കമ്പനിയോട് ബന്ധപ്പെടുക. അപ്പോൾ അവരുടെ നല്ല ആർട്ടിസ്റ്റുകളെ കിട്ടുമായിരുന്നു. അവരെ ആദ്യം ഒന്ന് കണ്ടെത്തി ഫോട്ടോസ് എടുത്തിട്ട് വേണം ലണ്ടനിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പോയി. അങ്ങനെ ലണ്ടനിലെത്തി. ജോൺ സാർ തന്ന എല്ലാ പേപ്പറുകളായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു 1 ലൈനായി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, ക്രിസ്റ്റഫർ മൈൽസിൻ്റെ. അപ്പോൾ നമുക്കൊരു പ്രൊഡക്ഷനായിട്ട് ഒന്ന് ട്രൈസാ ഫിലിം വിച്ച് ഇസ് മൈൻ. നമ്പർ 2 ഒരു ഇംഗ്ലീഷ് റഷ്യൻ കമ്പനി കയറി വന്നു. അത് CM ഏർപ്പാട് ചെയ്തതാണ്. അത് ബിക്കോസ് ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹമായിട്ട് വേറൊരു പടത്തിന് വേണ്ടി കുറച്ചാൾ വർക്ക് ചെയ്തിരുന്നു, ദ ലാസ്റ്റ്
TLP ഞങ്ങൾ ദ ലാസ്റ്റ് ഫാരോ എന്ന് പറയുന്ന TLP, ഒരു ഈജിപ്ഷ്യൻ കിങ്ങിൻ്റെ കഥ. അതുകൊണ്ട് എനിക്ക് അവരെയൊക്കെ നല്ല പരിചയമാണ്. അപ്പോൾ അങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നു. അന്ന് വൈകിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്കൊരു ഫയൽ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതാണ് ട്രൂ പിക്ചർ ഓഫ് മദർ തെരേസ. നമ്മളറിയുന്ന മദർ തെരേസ, പുണ്യവതിയായ വിശുദ്ധ മദർ തെരേസ. ഇതിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, നോ, ഐ ഹാവ് സംതിങ് എൽസ് ടു ടെൽ യു. ഇത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു വൈനൊക്കെ കുടിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഞാനിത് മുഴുവൻ ഒരു 3-4 പേജുള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ മനസ്സിൽ കണ്ട ആരാധിച്ച മദർ തെരേസയുടെ പിക്ചറല്ല അദ്ദേഹം എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എമിറേറ്റ്സ് വണ്ടിയിൽ ലണ്ടനിലേക്ക് കയറുമ്പോഴും റൊമാനിയയിൽ നിന്ന് ലണ്ടനിലേക്ക് കയറുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്ന, ദൈവമേ, ജോളി ജോസഫിൻ്റെ ജന്മം, മദർ തെരേസയുടെ പടം എടുത്തുള്ള അതൊക്കെ ഞാൻ കണക്കൂട്ടിയാണ് പോകുന്നത്. പക്ഷേ ഈ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ എന്താണ് ചെയ്യും? നോ, ദിസ് കനോട്ട് ബി ട്രൂ. അദ്ദേഹം പറഞ്ഞു, ദ ഡിസിഷൻ ഇസ് യുവേഴ്സ്, യു ആർ എ പ്രൊഡ്യൂസർ. നിങ്ങൾക്ക് റിയൽ മദറിൻ്റെ ചരിത്രം വേണോ, ഓർ ദ ഗ്ലോറിഫൈഡ് പിക്ചർ ഓഫ് മദറിൻ്റെ പിക്ചർ വേണോ? എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എനിക്കൊന്നും എനിക്കന്ന് ഉറക്കം വന്നില്ല. ഞാൻ ഈ 3-4 പേജുകളിൽ ഒരുപാട് പ്രാവശ്യം വായിച്ചു നോക്കി. ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻസിഡൻറ്റ്സ് ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ. ദർ ഈസ് എ ഡോക്ടർ ജാക്ക് ഇൻ ബിറ്റ്വീൻ ഫ്രം ഇസ്രായേൽ. ഹി വാസ് ഇൻസ്ട്രുമെൻ്റൽ ഫോർ ഗിവിങ് മെഡിസിൻസ്. ഇതൊന്നും എൻ്റെ തലക്കാറില്ല. കാരണം നമ്മളൊന്നും കേട്ടുപോലും അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള മദർ തെരേസന്റെ പിക്ചറാണല്ലോ നമ്മൾ സാധിച്ചതെല്ലാം. എക്സാക്ട്ലി. അപ്പോൾ ഇതൊന്നും എനിക്ക് അഡ്ജസ്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ, ഞാൻ ജോൺ സാറെ വിളിക്കുക രാത്രി. ജോൺ സാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വേണ്ട പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായ, ഓടാൻ തയ്യാറായ ഒരു ഇൻഡോ ഇംഗ്ലീഷ് പടം അതിൻ്റെ ഉണ്ടാക്കാൻ ഞാൻ തയ്യാറായത് നമ്മളൊക്കെ അറിയുന്നൊരു മദർ തെരേസയുടെ, പുണ്യവതിയായ മദർ തെരേസയുടെ, അല്ലാതൊരു ചരിത്രം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. സാറിൻ്റെ അഭിപ്രായം എന്ന് പറയണം. എന്നാലാണ് ഈ ചങ്ങായിയുടെ അടുത്തുനിന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. രാത്രിയായി, നേരം വെളുക്കുമ്പോൾ ഇറങ്ങും. ജോൺ സാർ പറഞ്ഞാൽ കോൾ യു ടുമാറോ. അപ്പോഴൊന്നും ആൻസർ പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ ജോൺ സാറിനെ വീണ്ടും വിളിക്കുക. ഈ സെഡ് കം ബാക്ക്. അപ്പോൾ ഞാൻ ക്രിസ്റ്റഫർ മനസ്സിനോട് പറഞ്ഞു, നോക്കൂ സാർ, ഓൾ ഡ്യൂ റെസ്പെക്റ്റ്, ഞങ്ങൾക്ക് വേണ്ട പടം ഞങ്ങളറിയുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന പുണ്യവതിയായ മദർ തെരേസയാണ്. വെസ്റ്റേൺ വേൾഡ് അവരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾക്ക് സത്യമുണ്ടോ ബുദ്ധിയുണ്ടോ എനിക്കറിയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദിസ് മൂവി. എന്തായിരുന്നു അത്? റിവീൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചരിത്രം പരിശോധിക്കാം. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാം അതിനെക്കുറിച്ചിട്ട്. അത് സത്യമാണോ മിഥ്യയാണെന്ന് പറയാനുള്ള ആളല്ല ഞാൻ. പക്ഷേ എനിക്ക് ഉണ്ടായിരുന്നത് സമയനഷ്ടം, മനാനുണ്ടായില്ല ഡെഫിനറ്റ്ലി. ഒരുപാട് പണനഷ്ടം, സമയനഷ്ടം, പിന്നെ ഞാൻ ആലോചിച്ച് കൂട്ടിയ ഒരുപാട് സ്വപ്നങ്ങൾ എല്ലാം വെച്ചോട്ട് ഞാൻ ലണ്ടനിൽ നിന്ന് വണ്ടി കയറി. ഇതാണ് ജോൺ സാറ് എനിക്ക് തന്ന ഒരു ലിബർട്ടി കൂടിയുണ്ട്, ടു ചൂസ് ടു റിജക്ട് ഓർ ടു അക്സെപ്റ്റ്. അതിനുശേഷം വന്നിട്ട് ജോൺ പോൾ സാർ എന്ത് പറഞ്ഞു? ഞാൻ കണ്ടു, നിന്റെ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു. അതൊരു വിവാദമായേക്കാവുന്ന സംഭവമായിരുന്നു. പലരും എഴുതിയിട്ടുണ്ടല്ലോ. യു ക്യാൻ ഗൂഗിൾ ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട്. ഓൾറെഡി വന്നിട്ടുള്ളതാണ്. ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മദർ തെരേസനെ കുറിച്ചിട്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ പുറപ്പെട്ടു പോയിരുന്നു. ഒരുപാട് പിന്നാലെ ഞാൻ ഓടിയിരുന്നു. ജോൺ സാറിൻ്റെ എൻ്റെ ആഗ്രഹമായിരുന്നു അത്, അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുക ഒക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ ദാറ്റ് വേ. ഇപ്പോൾ ഒരു ഡിസ്കഷനിൽ ഇരുന്നിട്ട് ഒരു പടം, ഇപ്പോൾ ഒരു കഥയെക്കുറിച്ച് സംസാരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ പടം സിനിമ ഇറങ്ങിയതിന് ശേഷം സിനിമ കണ്ടപ്പോൾ കിട്ടിയ ഒരു വേറിട്ട എക്സ്പീരിയൻസ് ഉള്ള കഥകളെ ഇഷ്ടംപോലെ അതും കുറേ ഉണ്ട്. ഇതൊരു വേറെ ഫീലിംഗ് ആണ്. നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണുന്ന പോർട്രേ ചെയ്ത ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല നിങ്ങൾ സിനിമയിലോട്ട് വരുമ്പോൾ. ബിക്കോസ് എഴുത്തുകാരൻ്റെ മാത്രം ഭാവനയല്ലല്ലോ സിനിമ. ദർ ഈസ് എ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു കൺവിക്ഷൻ ഉണ്ടാണത്, ഈ കംപ്ലീറ്റ് ദ മൂവി. അപ്പോൾ അദ്ദേഹം ഒരു എഴുത്തുകാരൻ വിഭാവനം ചെയ്ത സാധനത്തേക്ക് ഉപരി അതിൻ്റെ മേലേക്ക് വെക്കുന്ന ഒരു ഡയറക്ടർ കൂടെ ഉണ്ടെന്ന് വെച്ചോ, നമ്മൾ അന്തിച്ചു പോകും. ഉഫ്, നമ്മൾ കേട്ടതല്ലല്ലോ ആ ക്യാരക്ടർ ചെയ്തത്. പിന്നെ ആ ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്നുള്ള കൂടി വരുമ്പോൾ, സോ ഇതെല്ലാം ഒരു
ഒരു കോമ്പിനേഷൻ സീക്വൻസുകളാണ് അല്ലേ? അതിനാണ്ട് ഒരാളുടെ മാത്രം കഴിവല്ലേ. കഴിവല്ല. നടൻ്റെയോ നടിയുടേതോ എഴുത്തുകാരൻ്റെയോ പിന്നെ സംവിധായകൻ്റെ ഒന്നുമല്ല കല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇറ്റ്സ് എ പാക്കേജാണ്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ കേട്ടി ഓ ദൈവമേ, 2 മാസം മുമ്പ് കേട്ടത് ഇങ്ങനെയല്ലല്ലോ. ഇറ്റ്സ് യു ആർ എൻഹാൻസിങ് ദ ക്വാളിറ്റി ഓഫ് എവ്രിതിങ്. അതാണല്ലോ സിനിമ. ആ ഒരു കഥ പറച്ചിലിൻ്റെ ദൃശ്യവൽക്കരണം നുണയാണ് പറയുന്നത് മുഴുവൻ. ഓരോ ഫ്രെയിമുകളും നുണയാണ് സിനിമ. ഓരോ ഫ്രെയിമുകളും നുണയാണ് സിനിമ. യു ആർ മേക്ക് ടു ബിലീവാണ് സിനിമ. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ച എല്ലാ പിന്നെ ചേരുവകളും ചേർന്നിട്ട് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ സിനിമ ആസ്വാദനം എന്ന് പറയുന്ന സാധനം നമ്മളൊക്കെ അനുഭവിക്കപ്പെടുക അല്ലേ? അങ്ങനെയാണല്ലോ സിനിമ. അപ്പോൾ പലപ്പോഴും നമ്മൾ തിരസ്കരിക്കപ്പെടാം. സിനിമകൾ അങ്ങനെയാണ്. സിനിമകൾ ഒരിക്കലും നിർമ്മിക്കപ്പെടുന്നതല്ല, സംഭവിക്കപ്പെടുന്നതാണ്. അതിനകത്ത് ഒന്നാണ് മദർ തെരേസ എന്ന ഞങ്ങളുടെ സ്വപ്നം. അതുകൊണ്ട് എനിക്ക് ഒരു ഐ ഫെൽ ബാഡ് ബിക്കോസ് ഞാൻ കുറേയൊക്കെ ഓടിപ്പാഞ്ഞ് നടന്നു. പക്ഷെ ലേറ്റർ സ്റ്റേജിൽ അതെല്ലാം നമുക്ക് ഒരുപാട് പാഠങ്ങളല്ലേ തരുന്നത്. നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റിയത് എടുത്താൽ മതി, തൊണ്ടയിൽ കയറുന്നത് എഴുതിയാൽ മതി എന്നൊക്കെയുള്ള അനുഭവങ്ങളല്ലേ ജോൺ സാറ് കൂടെ ഞാനും പഠിച്ചത്. ഈ പറഞ്ഞ പോലെ ഒരു 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 ഏറ്റവും അവസാനത്തെ ഒരു പടം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 2019 ലാസ്റ്റ് പടം, കമൽ സാറിന്റെ പടം പ്രണയമീനുകളുടെ പടം. അപ്പം ആ സമയത്ത് ആ ആ എഴുത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തിയിരുന്നു. അല്ലെങ്കിൽ ആ ഡിസ്കഷനിൽ നമുക്ക് ആദ്യകാലങ്ങളിലെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ എഴുത്തിൻ്റെ രീതികളിൽ അവസാന പടമായപ്പോഴത്തേക്ക് വ്യത്യാസങ്ങൾ നോ 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 യു വോണ്ട് അഗ്രി ദാറ്റ്. അങ്ങനത്തെ ഒരു സാധനം എനിക്ക് എൻ്റെ പ്രൊഡ്യൂസറെ അറിയാം, ഡയറക്ടറെ അറിയാം, എഴുത്തുകാരനെ അറിയാം, അതിനകത്ത് മുഴുവൻ തെളിവ് അറിയാം. ഞാനൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്കഷനിലല്ല. കമൽ സാർ എന്ന് പറഞ്ഞാൽ വിഖ്യാതനായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഈ ഡസൻ ഹാവ് ടു പ്രൂവ് ടു എനിബഡി എൽസ്. അപ്പോൾ ഈ പ്രൊഡ്യൂസറുടെ ഒരു ആവശ്യപ്രകാരമാണ് ജോൺ സാറാണ് ചൂസ് ചെയ്തത്. ഈ പടം പാടിച്ചേണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് കമലിനെ തന്നെ വിളിക്കാം എന്നുള്ളത് നിഷ്കർഷിച്ചത് ജോൺ സാർ തന്നെയാണ്. പിന്നെ ഓരോ സിനിമകൾക്കും അതിൻ്റെ ഇതൊരു ഫെയ്റ്റ് ഉണ്ട്. അതിനകത്ത് പരാജയമാവും വിജയമാവും. അതിലുപരി ആ പടത്തിനൊരു ഒരു 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 ഫ്ലോ ഉണ്ടായിരുന്നു. ആരും കാണാത്ത വിഷ്വൽസൊക്കെയാണ് കമൽ സാർ വിഭാവനം ചെയ്യുന്നുണ്ടാവുക. എന്തുകൊണ്ട് ആ പടം അത്ര വിജയിച്ചില്ല? ബട്ട് അതിൻ്റെ ഒരു പടം ഇറങ്ങി കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ചിട്ട് ജോൺ സാറൊന്നും അഭിപ്രായം പറയാറില്ല. അപ്പോൾ ദാറ്റ് ഈസ് എ ഫെയ്റ്റ്. അല്ല, സിനിമ ഫെയിലായെന്ന് ചോദിച്ചിട്ട് ആ കലാകാരന്റെ ക്രിയേറ്റിവിറ്റി ഇല്ലാതാവുമല്ലോ. ഇല്ലല്ലോ, ഇല്ല. ജോൺ സാറ് അദ്ദേഹം ഉണ്ടാക്കിയ ഓരോരോ ക്യാരക്ടേഴ്സ് നോക്കൂ. യു കാണ്ട് ഈവൻ ഇമാജിൻ. അദ്ദേഹം പോർട്രേ ചെയ്താണല്ലോ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയെടുത്ത് അവരെ കൊണ്ട് ഡയലോഗ് പറയിപ്പിച്ച് കഥകൾ പറയിപ്പിച്ച് ആ കഥ പറച്ചിലിന് ദൃശ്യവൽക്കരിക്കാൻ സാധിക്കുന്ന ഡയറക്ടേഴ്സായിട്ട് അങ്ങേർക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഐ വി ശശി, എന്നാലോചിച്ചു ഭരതേട്ടൻ, പരമനാഭൻ സാറ്, യു നെയിം ഇറ്റ്. മലയാള സിനിമയുടെ ഗോൾഡൻ എയറ എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ കുറേ കാലം ഡ്രൈവറായിട്ടും കുശിനിക്കാരനായിട്ടും വിളമ്പുകാരനായിട്ടും എനിക്ക് കഴിയാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താണ് അനുഗ്രഹം എന്നാണ് ഞാൻ പറയുക. ഞാനും ജോൺ സാറ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് ഒരു ചെറിയ ഡോക്യുമെൻ്ററി. ഇരട്ടകൾ മാത്രമുള്ള കോട്ടയത്തുള്ളൊരു പള്ളിയുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു 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 എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. ഇഷ്ടം കൊണ്ട് ചെയ്ത മഴയത്തൊക്കെ ഷൂട്ട് ചെയ്ത് എനിക്ക് ഒന്നും ഓർമ്മയുണ്ട്. ആ ഏരിയയിൽ ഇരട്ട കുട്ടികൾ ജനിക്കുന്നു എന്നുള്ളതല്ലേ? എനിക്ക് കുട്ടികളാണ്, അതാണ് എൻ്റെ കൗതുകം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പള്ളിയിൽ ഏകദേശം ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ 284 കുടുംബങ്ങളിൽ ഇരട്ടകളുണ്ട്. ന്യൂസ് ആയതാണെന്ന്. യെസ്, അവിടെ ഇരട്ടകളായിട്ടുള്ള അച്ഛന്മാരാണ് കുർബാനകൾ ചെയ്യുക. അപ്പോൾ എനിക്ക് ഇരട്ട കുട്ടികളുള്ള സ്ഥിതിക്ക് അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ടാ നമുക്ക് പോയിട്ട് ഇതൊന്ന് ചെയ്യണം. എനിക്കും കൂടി ഇഷ്ടമുള്ള സാധനമാണ്. ലെറ്റ്സ് ഡു ഇറ്റ്. ഞാനാണത് പ്രൊഡ്യൂസ് ചെയ്തത്, ഞാനാണ് എല്ലാം ചെയ്തത്. അതിനകത്ത് ഒരു പക്ഷേ അദ്ദേഹം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തെന്ന് പറയാം. അങ്ങനെ ഒരു സാധനമുണ്ട്, ദ ഫീസ്റ്റ് ഓഫ് ട്വിൻസ് എന്ന് പറഞ്ഞിട്ട്, അനുഗ്രഹങ്ങളുടെ ഇരട്ടി മധുരം എന്നെങ്ങാണ്ടാണ് അതിൻ്റെ പേര്. അത് നമ്മൾ ആസ്വദിച്ചൊക്കെ ചെയ്യുന്നതല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കഴിയുക, അറിവാണല്ലോ നമുക്ക് കിട്ടുന്നത്. ഏത് സ്കൂളിൽ പോയാലാണ്, ഏത് യൂണിവേഴ്സിറ്റി പോയാലാണ്, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലാണ് ഇങ്ങനത്തെ മഹാരാജന്മാരുടെ കൂടെ ഇരിക്കാനും ഈ അറിവുകൾ കിട്ടാനും സാധിക്കുക. Priceless. You can't even pay money to get this kind of knowledge at all.
ഇപ്പൊ ജോൺ പോൾ ഞാനങ്ങനെ സാറിന്റെ ജോ- ഭയങ്കര ഭാഗ്യവാനാ. അതെ, ഭയങ്കര ഭാഗ്യവാനാ. അതുകൊണ്ട് ഞങ്ങൾക്കും ആ കഥകളൊക്കെ കേൾക്കാൻ പറ്റി. ഇനി പറയാൻ കൊള്ളില്ലാത്ത, ഞാൻ ഒരിക്കലും പറയാത്ത കഥകൾ ഒരു വട്ടുണ്ട്, മനസ്സിലായി. എൻ്റെ സീൽഡാണ്. എൻ്റെ വിശ്വാസം, എന്നെ വിശ്വസിച്ചിട്ടാണ് അവർ പലതും ഓപ്പൺ ചെയ്തത്. ഞാൻ എൻ്റെ മരണത്തോടെ അത് തീരും. എന്നോട് ആരോട് കുഴപ്പമില്ല. കാരണം ഒരുപാട് ഇൻസൈഡ് സ്റ്റോറീസ് ആയിരുന്നു അബൌട്ട് മൂവി മേക്കിംഗ്, എവറിഥിങ്. അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. അല്ല. അത് ദൈവത്തോട് ചെയ്യുന്ന വിശ്വാസവഞ്ചനയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ആ മഹാരഥന്മാരുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യം കിട്ടിയ, ഭാഗ്യം നൽകിയ ദൈവത്തിന് നന്ദി. പിന്നെ ഇതിൻ്റെ ഞാൻ വീണ്ടും ബാക്കിലോട്ട് പോകുന്നു. ഇവരെ ഈ പടക്കത്തിന് തിരി കൊളുത്തിയ ആ ഒരു പാവം പയ്യനുണ്ട് അടൂരിലുള്ള ഗോവിന്ദൻകുട്ടി. അവനായിരുന്നു ഫ്രാൻസിസ് സാറിലേക്ക് എത്തിച്ചത്. റൂട്ട് മാപ്പ് അവിടെയാണ്, മനസ്സിലായോ? സോ ഐ വോണ്ട് ഫൊർഗെറ്റ് ദോസ് ഡേയ്സ്.